ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ ഒരു വലിയ കലാപം ഉണ്ടാകണം. ഇല്ലെങ്കിൽ സന്ധ്യ മയങ്ങും മുമ്പ് ആ നഗരം കത്തിച്ചാമ്പലാകുന്നതാണ് നല്ലത്. ബെർത്തോട്ട് ബെർത്തിൻ്റെ കവിതയാണത്. ഈ കവിത കോട്ട് ചെയ്തുകൊണ്ട് അരുൺകുമാർ തുടങ്ങിയത് ഈ രാജ്യം കത്തിക്കണം എന്ന ആഹ്വാനത്തിലേക്കാണ്. അതായത് 2010 ശേഷം അണ്ണാഹസാരെയുടെയൊക്കെ സമരം നടന്നല്ലോ. അതിനുശേഷം പിന്നെ ഇവിടെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കേണ്ടത് ആവശ്യമാണ്. ഈ സർക്കാർ ഇങ്ങനെ സമാധാനമായിട്ട് പോകരുത്. രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ തെരുവിലിറങ്ങണം എന്നൊക്കെ ഒരു ആഹ്വാനം അരുൺകുമാർ കൊടുക്കുന്നുണ്ട്. അത്യന്തം അപകടകരമല്ലേ ഇത്തരം പ്രസ്താവനകളും പ്രഘോഷണങ്ങളും ഒക്കെ? അപകടകരമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപകടകരമാണ്. പക്ഷെ അതേ സമയത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ പെർഫോമൻസ്, ആ വീഡിയോ കണ്ടപ്പം സഹതാപമാണ് തോന്നുന്നത്. കാര്യം അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഡോക്ടറേറ്റും ഉണ്ട്. ഡോക്ടർ എന്നാണ് പറയുന്നത്. ഒരു കോളേജ് അധ്യാപകനും ആയി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കേട്ടു. നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാട്, ഏത് സമീപനമാണ് ഡോക്ടർ അരുൺകുമാറിനെ നയിക്കുന്നതെന്നൊക്കെ ഉള്ള വളരെ വ്യക്തമാണ്. അതായത് ഈ ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് വ്യക്തികളും, അത്യാവശ്യം നമ്മുടെ ഇന്ത്യയിൽ നല്ല നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു, ചിന്തകരും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഉള്ള ബുദ്ധിജീവികളുടെയും നമ്മുടെ അക്കാഡമിഷ്യന്മാരുടെയും അക്കാഡമിക് ബുദ്ധിജീവികളുടെയും കേരളത്തിലെ ഈ പൊതു മുഖ്യധാരയുണ്ടല്ലോ, ഇവർക്കെല്ലാം കോട്ട് ചെയ്യാനായിട്ട് എപ്പോഴും വിദേശികൾ മാത്രമേ ഉണ്ടാവൂ. ശ്രദ്ധിച്ചിട്ടുണ്ടത്? ഈ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നോം ചോംസ്കിയെ പലരും കേൾക്കുന്നില്ല. മറ്റേ അതല്ല, പത്രസ്ഥാപനങ്ങളിലൊക്കെ ചോംസ്കിമാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരിക്കൽ ശബരിമല ഈ യുവതീ പ്രവേശന വിഷയം ഉണ്ടായ സമയത്ത് അന്നും ഏതോ ഒരു പ്രസംഗത്തിൽ ഈ അരുൺകുമാർ ചോംസ്കിയെ ഉദ്ധരിച്ചുകൊണ്ട്, മറ്റേ മാനുഫാക്ചറിങ് കൺസെൻ്റ് ആണെന്ന് തോന്നുന്നു, അത് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ശബരിമല മല കയറുന്ന അയ്യപ്പന്മാരുടെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ കഥാകൃത്ത് സന്തോഷിച്ചിക്കാനും BSNL ടവർ സ്വാമിയെ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ശരണമയ്യപ്പോ എന്ന് വിളിച്ചെന്നാണ് പറഞ്ഞത്. അത് ടവറിനെ സ്വാമിയെ എന്ന് വിളിക്കും. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അത് തുരുമ്പിനെ, ആ ടവറിനെ മാത്രമല്ല, ആ ടവറിനുള്ള തുരുമ്പിനെ എടുത്ത് വിളിക്കാനും ശരണമയ്യപ്പോ വിളിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇത്തരത്തിൽ അവിടെയും കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. നോം ചോംസ്കി ഉപയോഗിച്ചുകൊണ്ട് ശബരിമല ഈ പറഞ്ഞതുപോലെ തീർത്ഥാടനത്തിനെയൊക്കെ വിലയിരുത്തുന്ന ഓരോ കാഴ്ചപ്പാടുകളാണ്. ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, സമൂഹത്തിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കലാപമുണ്ടാകണം. ഇത് ഈ കാലഹരണപ്പെട്ട സംഗതിയല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് 1948 കൽക്കട്ട തീസിസ് പോലും അവസാനം കൊണ്ട് പൂട്ടി വയ്ക്കേണ്ടി വന്നില്ലേ? അല്ലേ? കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57 ബാലറ്റിലൂടെ അധികാരത്തിലേക്ക് വന്നില്ലേ? അവരുടെ ആ ശീലങ്ങളൊക്കെ ഇപ്പോഴും പഴയതൊക്കെ ഇതൊക്കെ പിന്തുടരുന്നുണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞ നമ്മുടെ നക്സലിസം വന്നു, മാവോയിസം വന്നു. ഇതൊക്കെ ഇവിടെ എവിടെയെങ്കിലും ക്ലച്ച് പിടിച്ചു? മാത്രമല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ ചില പ്രക്ഷോഭങ്ങളൊക്കെ നടന്നില്ല. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തിവിടാൻ വേണ്ടിയിട്ട് ഒരു മുഖ്യധാര, ഏറ്റവും അതിൻ്റെ ഒരു മുഖ്യധാര പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പ്രസ്ഥാനം തന്നെയാണ്, അല്ലേ? അതിൽ ഓരോരോ സമരങ്ങളെടുത്ത രീതി, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം ആദ്യം എടുത്തപ്പോൾ ഉണ്ടായ ആക്രമണങ്ങളെ അത് കഴിഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്തത്, പിന്നീട് അത് കഴിഞ്ഞ് ഈ ബെർദോളി സമരം, ആ ബെർദോളി സമരത്തിൻ്റെ വിജയം കണ്ടപ്പോൾ ഗാന്ധിയുടെ പുറത്ത് ഭയങ്കര സമ്മർദ്ദമേറി. ഇതേ മാതൃകയിൽ എനിക്ക് തോന്നുന്നു അത് 1900 വർഷമേതെന്ന് ഓർക്കുന്നില്ല, ബെർദോളി സമരത്തിൻ്റെ അതൊക്കെ ടാക്സ് അധികമായിട്ട് ഏർപ്പെടുത്തിയത് തുറന്നിട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. പട്ടേലിനെ, ഗുജറാത്തിലെ മേയറായിരുന്ന പിന്നെ വല്ലഭായ് പട്ടേലിനെ ബർദോളിയിൽ ഈ സമരത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയും, അപ്പൊ അത്തരത്തില് ഈ ഒക്കെയുള്ള പ്രക്ഷോഭങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ നടത്തി. മാത്രമല്ല, ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിൽ അത് വായിക്കണം. അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നൊരു സമരം, അവിടുത്തെ ഗവൺമെന്റ് ഒരു ബുദ്ധിമുട്ടിലായ ഒരു സാഹചര്യത്തിൽ, ആ ബുദ്ധിമുട്ടിലായ സാഹചര്യത്തിൽ അദ്ദേഹം ആ സമരം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതായത് താൻ ആർക്കെതിരെയാണോ പോരാടുന്നത് അവരുടെ ആ ദുർബലാവസ്ഥയെ നമ്മൾ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല. അതായത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്.
മനസ്സിലായി. അത്രയ്ക്ക് രീതിയിലുള്ള സമരമുറകളും മറ്റുമൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട്ട് നടന്നിട്ടുള്ള ധീര വനിതകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ, എ.വി. കുട്ടമാളിയമ്മ, കെ.പി. കേശവമേനോൻ, അതുപോലെ തന്നെ ഉള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ കള്ളുഷാപ്പ് നേരെ സമരം നടത്തുന്നവരുടെ തലയിലേക്ക് മലം കലക്കി ഒഴുക്കിയൊക്കെ ചെയ്തിട്ടുള്ള സമരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തിരുന്നിട്ട് ഇത്തരത്തിലുള്ള ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ അറിവില്ലായ്മയോ അല്പജ്ഞാനമോ ഒക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഒട്ടുക്ക് ആളിപ്പടരുന്ന ഒരു പ്രതിഷേധം ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് അരുൺ വ്യസനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്തായിരുന്നു ഈ പ്രതിഷേധം കൊണ്ടല്ല ഒരു ഒരു രാജ്യത്ത് ക്രിയാത്മകമായ മാറ്റം ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗാന്ധിജി ഈ ലോർഡ് റീഡിങ്ങിനുമായിട്ട് നടത്തിയിട്ടുള്ളൊരു സംഭാഷണമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ സമീപനം റീഡിങ് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഗാന്ധിജിയുമായി നടത്തുന്ന ഒരു അഭിമുഖമുണ്ട്. അതിൽ ഈ റീഡിങ്ങിൻ്റെ മകന് എഴുതിയ കത്തുകളുണ്ട്. ആ കത്തുകളിനകത്ത് എഴുതിയിട്ടുള്ള സംഗതി എടുത്തിട്ട് മകനൊരു പുസ്തകമാക്കിയപ്പോഴാണ് അതിനകത്താണ് ഇത് പറഞ്ഞിരിക്കുന്ന സംഗതി. അപ്പോൾ ലോർഡ് റീഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന സംഗതി ഇന്ത്യക്കാരിലെ ഭീതിയെ അകറ്റി അവരിലെ ഒരു പരിവർത്തനം ഉണ്ടാക്കുക. ആ പരിവർത്തനത്തിലൂടെ, അത് നോൺ വയലൻസിൻ്റെ വഴിയിലൂടെ, ആ പരിവർത്തനത്തിലൂടെ അവരിലും മാറ്റം വരുത്തുക. ആ മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് നിങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. മനസ്സിലായി? എത്ര മനോഹരമായ ഒരു സംവാദമാണെന്നറിയോ അത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇന്ത്യയിൽ രോമാഞ്ചം കൊള്ളിക്കുന്ന സാധനങ്ങളുണ്ട്. എങ്ങനെയാണ് സർഗാത്മകമായിട്ട് സമൂഹത്തിനെ സമീപിക്കുക എന്നുള്ളത്. ഒന്നും വേണ്ട, നമ്മുടെ നവോത്ഥാനം ശ്രീനാരായണ ഗുരുവിൻ്റെ ഇവിടെ കേരളത്തിൽ നടത്തിയത് ഒരു കലാപം പോയിട്ട് ഒരു മുട്ടസൂചിയുടെ ഒരു ചോര പൊട്ടിച്ചിട്ടില്ലല്ലോ. മാത്രമല്ലെന്നേ, ഒരു സമൂഹം മുഴുവൻ ഒരു ജാതിയുടെ വലയുടെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി വിങ്ങി പൊട്ടാനായിട്ട് കഴിയുകയായിരുന്നു. ആ സമയത്ത് അരുൺകുമാറിൻ്റെ സമീപനം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വാളെടുത്തിട്ട് ഈ വല അങ്ങോട്ട് പൊട്ടിക്കുകയുണ്ട് അല്ലേ? അതിനകത്ത് ചിലപ്പോൾ വല ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ചിലരുടെയൊക്കെ തല ഒരു നടുവിൽ നിൽക്കുന്നവരുടെ തല മുറിഞ്ഞെന്നിരിക്കും. അത് സ്വാഭാവികം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശ്രീനാരായണ ഗുരു ചെയ്തത് അതല്ല. എന്താ ചെയ്തതെന്നറിയോ? മറിച്ച് ചെയ്തത് ഈ വല കണ്ടു, ഈ വലയ്ക്കകത്ത് തിങ്ങി വിങ്ങി നിൽക്കുകയാണ്. ഈ വലയുടെ അറ്റം പിടിച്ചിരിക്കുന്നവരും അതിനകത്ത് കുടുങ്ങി കിടക്കുകയാണ്. അതായത് അകത്തു നിന്നാണ് പിടിച്ചിരിക്കുന്നത്. അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ പിടിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷെ ഈ വല വിടാൻ അവർക്കും പേടിയാ. ഈ വല സൃഷ്ടിച്ചവർക്ക് വല വിടാൻ പേടിയാ. അവരും പേടിക്കുന്നു, അതിനകത്തുള്ളവരും പേടിച്ച ഉള്ളി കിടക്കുന്നു. ഇത് ഗുരു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലായി, ഇത് വലയാണ്. ഇത് എവിടെയോ ഒരിടത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരു എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടെവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചിട്ട് കയ്യിൽ എണ്ണ ഇട്ടുകൊണ്ട് ഈ വല ഇങ്ങനെ ബലമായിട്ട് 4 വശം പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ അറിയാതെ ഈ കെട്ട് പതുക്കെ അങ്ങോട്ട് അഴിച്ചു വിട്ടു. ഇപ്പോൾ ഈ വല മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ജനം രക്ഷപ്പെട്ടു. ആരുടെയും എന്താ പറയുക, ഒരു ചെറിയ പോറൽ പോലും ഏൽക്കുന്നില്ല, ഒരു കൈയും വെട്ടേണ്ടി വന്നില്ല. എന്നിട്ട് ഈ വല അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. ചിലർ വല വിടാനായിട്ട് ഇപ്പോഴും അത് മടിയാ. ഇപ്പോഴും അത് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വല ഉണ്ടാക്കാനായിട്ട് മണ്ണിനടിയിൽ കിടക്കുന്ന വലയിൽ പിടിച്ചോണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോഴും ആ വല എടുത്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മധ്യ കേരളത്തിന്റെ പല ഭാഗത്തും ഈ നേതാക്കന്മാരൊക്കെ ഈ വലയും പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. സാധനം പഴയതുപോലെ ഏൽക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെയുള്ള ആവേശകരമായിട്ടുള്ള ഒരു ചരിത്രം നടന്ന ഒരു നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു മാധ്യമപ്രവർത്തകൻ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ വാക്കെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. വിശേഷിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. വേർഡ് ഈസ് ദ എസൻസ് ഓഫ് മാൻ എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ എസൻസ്. ഇത് എൻ്റെ വാചകമല്ല കേട്ടോ, ഇത് ഉപനിഷത്ത് വാചകമാണ്. ഭൂമിയുടേത് എസൻസ് വെള്ളവും, വെള്ളത്തിൻ്റെ സത്ത പിന്നെ സസ്യങ്ങളുടെ സത്ത മനുഷ്യൻ്റെ സത്ത വാക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. അപ്പോൾ എസൻസ് ഓഫ് മാൻ ഈസ് വേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന വാക്കിൻ്റെ വില അത്രയും വലുതാണ്. അപ്പോൾ ആ വാക്കിന് വില കൽപ്പിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തനാകാൻ പറ്റില്ല. വാക്കിൻ്റെ വില അറിയണം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമേ എല്ലാ ഇതിഹാസങ്ങളും അല്ലെങ്കിൽ എല്ലാ മതങ്ങളും പറയുന്നതല്ലേ ആദിയിൽ വചനമുണ്ടായി എന്നല്ലേ പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു സൂക്ഷ്മതയും ആ സൂക്ഷ്മ നിരീക്ഷണവും എപ്പോഴും ഒരു മാധ്യമപ്രവർത്തനം അത്യാവശ്യമാണ്. അതിൻ്റെ അഭാവമാണ് ഈ കാണുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് ഇപ്പം മാധ്യമപ്രവർത്തനം
ഒരു എത്തിക്കൽ സ്റ്റാൻഡ് വേണ്ടേ? ഒരു മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, വ്യക്തിയെ കാണുന്നത്, സമൂഹത്തെ കാണുന്നത്, രാഷ്ട്രത്തെ കാണുന്നത്, പ്രപഞ്ചത്തെ കാണുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ വേണം. അത് വളർത്തിക്കൊണ്ടിരിക്കണം, അതിനെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം, വേണ്ടേ? അതിപ്പോൾ അതിലെ പ്രതിഷേധങ്ങളിലൂടെ ഇന്ത്യ ഒട്ടുക്ക് പിന്നെ എന്താ പറയുക, അമർന്നു പോകുന്നൊരു പ്രക്ഷോഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുള്ളൂ. അത് തന്നെ എന്തൊരു മോശമാണ്. നമ്മൾ ചില അപൂർവമായ ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ സമരത്തിനോ യുദ്ധത്തിനോ തയ്യാറാവേണ്ടി വരും, ചിലപ്പോൾ വേണ്ടി വരും. പക്ഷെ അവിടെ ശത്രുവിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ശത്രു ആരാണെന്നും മനസ്സിലായി, എന്താണെന്നും മനസ്സിലായിട്ട് ആ ശത്രുവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള കോപ്പുകൾ കൂട്ടിയിട്ടായിരിക്കണം യുദ്ധം ചെയ്യേണ്ടത്. അതില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ വെട്ടാൻ വരുന്ന പോത്തിൻ്റെ അടുത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വടി എടുത്തുകൊണ്ട് അടിക്കാൻ പോയി നിന്ന് കഴിഞ്ഞാൽ അടിക്കാൻ നിൽക്കുന്നതിൻ്റെ കഥ കഴിയും. അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന സംഗതി. അപ്പം അതും ഒരു ക്രിയേറ്റീവായിട്ടൊരു രീതിയാണ്. എങ്ങനെയാണ് ഒരു സമരം ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ പുതുതായിട്ട് സൃഷ്ടിക്കേണ്ട സംഗതി എന്താണ്? എപ്പോഴും ഒരെണ്ണത്തിനെ നമ്മൾ മാറ്റുമ്പോൾ വെറുതെ ഒരു വീടിടിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. ഒരു പഴയതോ കൊള്ളാത്തതോ അല്ലെങ്കിൽ അപകടമുള്ളതാണെങ്കിൽ മാറ്റിയിട്ട് അവിടെ നമുക്കൊരു പുതിയൊരു സംഗതി സൃഷ്ടിക്കണം. അപ്പോൾ എപ്പോഴും ഒരു സൃഷ്ടിപരമായിരിക്കണം. ഇതൊക്കെയാണ് പൊളിറ്റിക്സിൻ്റെയൊക്കെ പ്രാഥമികമായിട്ടുള്ള കാഴ്ചപ്പാടും സമൂഹമായിട്ട് നമ്മൾ സമ്മതിക്കുമ്പോഴൊക്കെ ഉണ്ടാവേണ്ട കാഴ്ചപ്പാടുകൾ ഇതാണ്. അല്ലാതെ എല്ലാത്തിനും ഇടിച്ചു തകർക്കുക എന്നുള്ളൊരു സംഗതിയല്ല. ചിലതിനെ നമ്മൾ തകർത്തേ പറ്റൂ, അപൂർവം ചില ഘട്ടങ്ങളിൽ തകർത്തേ പറ്റൂ. എല്ലാത്തിനും നമ്മൾ ഉദാഹരണത്തിന് ഈ നെല്ല് നമ്മൾ നടുന്നു അല്ലേ, അവിടെ കളയുണ്ടാവും. കള പറിച്ച് തന്നെ കളയണം. അത് നെല്ലും കളയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ഒരു സമീപനം നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും ആവശ്യമാണ്, മാധ്യമപ്രവർത്തകർക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൊസൈറ്റിയിലേക്ക് പറയുമ്പോൾ ഇതിപ്പോൾ കേൾക്കുന്നവർക്ക് ശരിയാണ്, ഒരു അനീതി ഒരു നഗരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വൈകുന്നതിനകം ആ നഗരം ചുട്ട് ചാമ്പലാവണം, അല്ലെങ്കിൽ അല്ലേ ചാമ്പലാക്കിയിരിക്കണം, അതല്ലെങ്കിൽ പിന്നെ ചാമ്പലാകണം. സംഗതി പെട്രോൾ ബെർത്ത് പറഞ്ഞിട്ടുണ്ടാവാം, അതിന് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് പശ്ചാത്തലം നമ്മൾ വിവരിക്കുന്നില്ല. ഇങ്ങനെ എടുത്ത് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കട്ട് ആൻഡ് പേസ്റ്റാണ്. ഈ ബുദ്ധിജീവികളുണ്ടല്ലോ, ഇത് കുറേ സർവകലാശാലകളിൽ കുറേ അധ്യാപകർ കയറിയിട്ടുണ്ട്. അവർക്ക് അവരുടെ ഈ അക്കാഡമിക് യോഗ്യതയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ യോഗ്യതയുടെ പേരിൽ ഈ സർവകലാശാലയിൽ കയറിയിട്ടുള്ള പെട്ടെന്ന് അവരെ ഈ കയറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെ സാംസ്കാരിക നേതാക്കന്മാരാകും. എന്നിട്ട് ഇവരുടെ ഈ കട്ട് ആൻഡ് പേസ്റ്റാണ് അടിക്കുന്നത്. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, ഗുരു ഇങ്ങനെ പറഞ്ഞു, കേസരി ബാലകൃഷ്ണപിള്ള ഇങ്ങനെയും പറഞ്ഞു, മിഷേൽ ഫൂക്കോ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആരെയാണോ അറ്റാക്ക് ചെയ്യേണ്ടത് രണ്ട് തെരുവ് ഇങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റാണ്. ഇപ്പോൾ CV കുഞ്ഞിരാമൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെയൊക്കെ വാക്കുകളൊക്കെ അത് തന്നെയാണ്. ഇങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റ് പറഞ്ഞിട്ട് അപ്പം കേൾക്കുന്നവർക്ക് തോന്നും വലിയ സംഭവമാണെന്ന് തോന്നും. എന്നാൽ ഇവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, വിദ്വേഷം പ്രചരിപ്പിക്കുക. അപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതാണ്. വെറുതെ ബ്രിട്ടൻ്റെ ഒരു വാചകം എടുത്ത് ഉദ്ധരിക്കുന്നു, പിന്നെ ഇന്ത്യയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നില്ല, സസ്റ്റെയിൻഡ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ. എന്താണ് അണ്ണാ ഹസാരയുടെ പ്രക്ഷോഭം? അണ്ണാ ഹസാരെ പോലും പിന്നെ അവസാനം പറഞ്ഞില്ലേ ഇയാൾ സൂത്രക്കാരനാണോ? അത് ആദ്യമേ കണ്ടറിയാത്. കാര്യം ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കൊണ്ടുവന്ന സിമ്പൽ എന്ന് പറയുന്ന ചൂലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും പിന്നെ സർഗാത്മകതയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ പ്രസ്ഥാനമോ ചൂലിനെ ചിഹ്നമാക്കും. കാര്യം ചൂലൊന്നും സൃഷ്ടിക്കുന്നില്ല, മറ്റുള്ളവൻ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റിനെ തുടച്ചു മാറ്റാനേ ഉപയോഗിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം മറ്റുള്ളവർ സൃഷ്ടിക്കുക, ഞങ്ങൾ തുടച്ചു മാറ്റാം, ഇതാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിൽ വേസ്റ്റ് ഉണ്ടാവും, നാച്ചുറലാണ് സാധനം. അപ്പം ഈ വേസ്റ്റിനെ മാറ്റാൻ വേണ്ടി മാത്രം ഒരു രാഷ്ട്രീയ കക്ഷി, ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, അതിന് നിലനിൽപ്പുണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പൊ കേരളത്തിലൊക്കെ ഈ ആക്ടിവിസ്റ്റുകളുടെ കാര്യങ്ങൾ ശരിയാണ്. ഞാനിപ്പോ സാർ പറഞ്ഞപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ സിമ്പൽ എല്ലാം ആലോചിക്കുന്നത്. കലപ്പേന്തിയ കർഷകൻ, പ്രൊഡക്ടിവിറ്റി, കൈപ്പത്തി, കർമ്മത്തെയാണ് കാണിക്കുന്നത്. ഇപ്പൊ അരിവാൾ ചുറ്റിക നക്ഷത്രം, അരിവാൾ ചുറ്റിക ആണെങ്കിൽ പോലും അതെന്താണ്, കൊയ്യുകയും പുതിയ സൃഷ്ടി നടത്തുന്നതിനെയും സാധനങ്ങളാണ്, ഉപകരണങ്ങളാണ്. അതാണ് ഈ സിമ്പിൾസ് ഒക്കെ സംസാരിക്കുന്നതാണ്. അതെ, ഇപ്പൊ ഈ സിമ്പിൾസ് ആണ് നമ്മുടെ ഇന്ത്യയുടെ മറ്റേ ദേശീയ മുദ്ര എടുത്ത് നോക്കുക, നമ്മുടെ വിശാലമായ അർത്ഥം, അതിനപ്പുറമൊന്നും ഇല്ല വേറെ. മനസ്സിലായില്ലേ? അതേപോലെ സുപ്രീം കോടതിയുടെ, ഹൈക്കോടതികളുടെ, അപ്പൊ ഇതൊക്കെ എടുത്ത് സർവകലാശാലകളുടെ ഇതൊക്കെ എടുത്ത് നോക്കുക. ഇതൊക്കെ കൃത്യമായിട്ടുള്ളൊരു വീക്ഷണം വെക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവണം. നമ്മൾ വെറുതെ നമ്മുടെ സർവകലാശാലയിൽ പഠിക്കുകയോ ഡോക്ടറേറ്റ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ്, അല്ലേ? അതെ. ഉദാഹരണത്തിന് ഒരു ഡോക്ടർ, ഇന്ത്യയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയെക്കുറിച്ചിട്ടോ അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചിട്ടോ അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചിട്ടോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചു, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത്. കാരണം അത് പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞതുപോലെ ശരിയാണ്. ഇവിടെ അനീതി നടക്കുന്നുണ്ട്. ഇപ്പം അരുൺകുമാറിൻ്റെ ഇപ്പം ഇവിടെയാണ് ഏറ്റവും വലിയൊരു അപകടം ഉണ്ടാകുന്നത്. ബജ്രാംഗ് ദളിൻ്റെ ഒരു ബോംബെയിലുള്ള ഒരു ഭാരവാഹി, ആ ഭാരവാഹിയുടെ സമീപനത്തെ ശരിവെപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഈ ഒരു പ്രകടനം മാറുന്നു. അയാൾ ചെയ്ത് ശരിയല്ലേ കേസ് കൊടുത്തത്? അല്ല, അയാൾ പറഞ്ഞതിനകത്ത് ന്യായമുണ്ട്. വളരെ ന്യായമായ കാര്യങ്ങളായ പറഞ്ഞു. ആലോചിച്ച് നോക്കുക, ഒരു ബജ്രാംഗ് ദൾകാരൻ്റെ സമീപനം, ഒരു സാമൂഹിക വീക്ഷണം പോലും ഒരു മാധ്യമ പ്രവർത്തകന് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം. അതായത് സാധാരണ യൂണിറ്റ് പ്രവർത്തകനോ അങ്ങനെ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരൻ, അതാ പറഞ്ഞ ഒരു ബജ്രാംഗ് ദൾകാരനെ പോലും ശരിവെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് സാധാരണ ജനങ്ങൾ മാറുന്നു. ഇത് മാത്രമല്ല, ഇത് വളരെ ഈ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ വർത്തമാനകാല ഈ നിർമ്മിത ബുദ്ധി യുഗത്തിൽ നിർമ്മിത ബുദ്ധിയേക്കാൾ മുകളിൽ നിൽക്കേണ്ട ബൗദ്ധികമായിട്ട്, മനസ്സിലായില്ലേ? തലകൊണ്ടുള്ള ബുദ്ധി മാത്രമല്ല അതിനകത്ത്, തലകൊണ്ടുള്ള സാധനം മുഴുവൻ AI ചെയ്തോളൂ. ഇപ്പം ഈ അരുൺകുമാർ പറയുന്ന രീതിയിലുള്ള സംഗതിയൊക്കെ AI-യുടെ ഒരു സൂചിത്തുമ്പിൻ്റെ മുന കൊണ്ട് ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം അതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള കാഴ്ചപ്പാട് വേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ എല്ലാവരും ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാത്തിനെയും ചവിട്ടി മതിക്കലാണോ, എല്ലാത്തിനെയും ചുട്ടരിക്കലാണോ? ഒരു അനീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അനീതി, ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും കുട്ടികളും, ഇപ്പോൾ പിന്നെ ഒരു കുടുംബാംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അനീതി കാണിച്ച വ്യക്തി അനീതിയാണെന്ന് ബോധ്യപ്പെട്ട് അയാളെ നശിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കുടുംബങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കുടുംബങ്ങൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്താൻ കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സമീപനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ, ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകൾ ശേഷം അവർ പറഞ്ഞ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ വഴക്കിടുമ്പോഴത്തേത് ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് പ്രതികരിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തെറി വിളിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും അക്രമ രീതിയിലുള്ള ഭാഷകൾ സംസാരിക്കുകയോ അതുമല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൈ കിട്ടുന്ന സാധനം എടുത്ത് തറയിലടിക്കുകയോ ചെയ്യുന്നതാണ് ഈ പ്രതികരണം എന്ന് ഇപ്പോൾ കേരളത്തിൽ പറയുന്നത്. പ്രതികരണം അതല്ല, പ്രതികരണം എന്ന് വെച്ചാൽ റെസ്പോൺസാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ പലരും ചെയ്യുന്നത് റിയാക്ഷനാണ്, റീആക്ട് ചെയ്യുകയാണ്. അതായത് നേരത്തെ ആരെങ്കിലുമൊക്കെ ചെയ്തു വെച്ചത് അതേപോലെ ചെയ്യുന്നു. ഇപ്പം യൂറോപ്പിൽ ഈ പറഞ്ഞതുപോലെ 20-ാം നൂറ്റാണ്ടിലും ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ഇപ്പം നേപ്പാളിലൊക്കെ നമ്മൾ കുറേ സംഗതികൾ കണ്ടു, പ്രക്ഷോഭമൊക്കെ കണ്ടു. അപ്പോൾ അതിനെ വീണ്ടും ആവർത്തിക്കാൻ, റീആക്ട്, അതാണ് റിയാക്ഷൻ എന്ന് പറയുന്ന സംഗതി. അതിവിടെ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നാണ് അരുൺകുമാർ വിലപിക്കുന്നത്. ഇത് റെസ്പോൺസാണ് വേണ്ടത്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവാണ്. ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ സമീപനത്തെ സൃഷ്ടിക്കലാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പറയുമ്പോഴത്തേക്ക് മാധ്യമപ്രവർത്തകർ, ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് സമൂഹത്തിലേക്ക് പോകുന്നതാണ്. ആ പോകുന്ന വാക്കിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമ്മൾ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ പോലും കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടും. ആ നിക്ഷേപിക്കപ്പെടുന്നിടത്തു നിന്നാണ് ഈ പറഞ്ഞതുപോലെ സമീപനങ്ങളും ചിന്തകളും ഒക്കെ ജനിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള സംഗതിയാണ് ഈ വാക്കെന്ന് പറയുന്ന സാധനം. അത് ഇത്ര നിരുത്തരവാദിത്വപരമായിട്ട് ഒരു മാധ്യമ പ്രവർത്തനം ഉപയോഗിച്ചു എന്ന് നമ്മളിത് കാണുമ്പോൾ ഈ പറഞ്ഞതുപോലെ സഹതപിക്കുകയല്ല, നിവർത്തില്ല. നോക്കൂ, ഇവിടെ ബജ്രാംഗ് ദളുകാരൻ പ്രവർത്തകൻ പോലും പിന്നെ ശരിയാണെന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള
നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.